നമസ്കാരം, അമൃതാണ്. ഗു വെറും ഗു ആണല്ലേ. ഗുളികൻ സിനിമ കണ്ട്, ഗുളികൻ എന്നല്ല പേര്, ഗു സിനിമ കണ്ടു. ഈ സിനിമയുടെ ട്രെയിലറൊക്കെ കണ്ടപ്പോഴത്തേക്ക് ഒരു ഹൊറർ ജോണർ ആണെന്ന് മനസ്സിലായി. നമ്മുടെ മാളികപ്പുറത്തിൽ അഭിനയിച്ച ആ കുട്ടിയുണ്ട്. അപ്പോൾ അതിന്റെ പെർഫോമൻസ് എന്തായിരിക്കും എന്നുള്ളൊരു ആകാംക്ഷ ഉണ്ടായിരുന്നു കാണാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികൾക്കുള്ള സിനിമയും കൂടെ ആണല്ലോ എന്നുള്ളൊരു ബോധത്തിലാണ് ഈ സിനിമ എന്ന് കണ്ടത്. പക്ഷേ കുട്ടികൾക്ക് എത്രത്തോളം ഡൈജസ്റ്റ് ആവും എന്നുള്ളത് ഡൗട്ട്ഫുൾ ആണ്. കാരണം ഇതിനകത്ത് ശരിക്കും ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. പ്രത്യേകിച്ച് സൗണ്ട് എഫക്ട്സ്. തിയേറ്ററിനകത്ത് സൗണ്ട് എഫക്ട്സ് ശരിക്കും നെക്സ്റ്റ് ലെവലിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. നമുക്ക് ഭയങ്കര ഒരു പ്രതീക്ഷ വരുന്ന രീതിയിലാണ് ഈ സിനിമ അങ്ങോട്ട് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതിനൊത്ത രീതിയിൽ ആ ഒരു ഹൊറർ ജോണറയ്ക്ക് വേണ്ടുന്ന രീതിയിലുള്ള കമ്പോസിഷൻ, ബാക്ക്ഗ്രൗണ്ട് സ്കോറും എല്ലാം കൂടെ വന്ന് അങ്ങനെ നല്ലൊരു പീക്കിലാണ് സിനിമ അങ്ങോട്ട് തുടങ്ങുന്നത്. പക്ഷേ ഇടയ്ക്ക് വെച്ച് എവിടെയൊക്കെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ നമ്മുടെ ഈ നത്തിങ് ഫോണിന്റെ ഒക്കെ റിംഗ് ടോൺ പോലുള്ള ഒരു സംഭവം പോലെയൊക്കെ ഇങ്ങനെ കേൾക്കുന്നുണ്ടായിരുന്നു. അവിടെ ഒത്തിരി ഓക്കോർഡായിട്ട് തോന്നി. എന്തുവാടേ ഇത്, റോഡിന്റെ വെളിയിലിറക്കിയാ നിർത്തി കൊടുത്തത്. ബസ്സുകാർ തമ്മിലുള്ള പോര. ഫസ്റ്റ് ഇൻട്രോ ഒക്കെ കൊടുക്കുന്നത് ലാലേട്ടനാണ്. അത് നല്ല രസമുണ്ടായിരുന്നു. ആ പറഞ്ഞ ഡയലോഗ്സ് ഒക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കര കൺവിൻസിങ് ആയിട്ട് നല്ല രസകരമായിട്ടാണ് സിനിമ തുടങ്ങുന്നത്. സിനിമ തുടങ്ങി ഫസ്റ്റ് ഹാഫ് വരെ സിനിമ ഓക്കെയാ, 100% ഒരു ക്ലാസ് സിനിമ. കുറച്ച് സീരിയസ് ആയിട്ടാണ് ഈ സബ്ജക്റ്റിനെ അവർ സമീപിച്ചിരിക്കുന്നത്. വെറുതെ ഒരു ബ്ലാക്ക് മാജിക് അപ്രോച്ച് അങ്ങനെയുള്ള ഒരു രീതിയിലല്ല, വളരെ സീരിയസ് ആയിട്ടാണ് ഈ ഒരു സബ്ജക്റ്റിന് അവർ അപ്രോച്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും സിനിമ കാണാൻ ചെന്നപ്പോഴത്തേക്ക് തിയേറ്ററിൽ ആകെ ഞങ്ങൾ 4 പേരെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇനി 4 പേരായതുകൊണ്ട് ചിലപ്പോൾ ഷോ ഇടുമോ എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് കുറച്ച് ആളും കൂടെയൊക്കെ വന്ന് ഏതാണ്ടൊരു 10 മെമ്പേഴ്സ് ഉണ്ടായിരുന്നു അല്ലേ. പക്ഷേ ഈ സിനിമ തുടങ്ങിയപ്പോഴത്തേക്ക് നമ്മൾ വിചാരിച്ചു, ഈ സിനിമ സ്ലോലി ക്യാച്ച് ചെയ്യുമായിരിക്കും. കാരണം കാലത്തും അധികം ആളുണ്ടായിരുന്നില്ല. അപ്പൊ ഇനി അങ്ങോട്ട് കണ്ട് ആളുകൾക്ക് ഇഷ്ടപ്പെട്ട് ഒരു മൗത്ത് പബ്ലിസിറ്റിയിലൂടെ ചിലപ്പോൾ സിനിമ ലിഫ്റ്റ് ആവും എന്നുള്ള ഒരു പ്രതീക്ഷയായിരുന്നു. പക്ഷേ ഈ സിനിമ തുടങ്ങി ഏതാണ്ട് ഹാഫ് വരെ ഒരു നിലവാരം പുലർത്തുന്ന രീതിയിലാണ് സിനിമ പോയത്. പക്ഷെ അവസാനം എനിക്ക് തോന്നുന്നത് ഇതിന്റെ സ്ക്രിപ്റ്റ് തന്നെ ഗുളികൻ വിഴുങ്ങിയ കണക്കായിരുന്നു. അതായത് തുടക്കം വന്ന് ഇന്റർവെൽ വരെ നമ്മളെ കൺവിൻസ് ചെയ്യുന്ന രീതിയിൽ കൊണ്ടുപോയി. പക്ഷെ അവസാനം ഇതിന്റെ ആ ലാസ്റ്റ് സീനിലോട്ട് കൊണ്ടെത്തിക്കാൻ വേണ്ടി പിന്നെ ഇടയ്ക്ക് വെച്ച് ഇത് സമയം പോകണമല്ലോ. അപ്പൊ അതിനുവേണ്ടി അങ്ങ് വലിച്ചു നീട്ടി ഡ്രാഗ് ചെയ്ത് ഒരു പരുവാക്കി. അപ്പൊ നമ്മൾ നമുക്ക് അതുവരെ ഉണ്ടായിരുന്ന ആ സിനിമയുടെ അടുത്തുള്ള ഒരു കണക്ട് പെട്ടെന്ന് വിട്ടുപോയി. എന്ന് വെച്ചാൽ ഇത് എങ്ങനെയെങ്കിലും കൊണ്ടങ്ങ് എത്തിച്ചാൽ മതി എന്നുള്ള ഒരു ഫീൽ ആയിപ്പോയി. പക്ഷെ അല്ലാത്ത പക്ഷേ ഇത് മണിയം പിള്ളരാജു സാറ് പ്രൊഡ്യൂസ് ചെയ്ത സിനിമയാണ്. അതിൻ്റെതായിട്ടുള്ള ഒരു ക്വാളിറ്റി, സിനിമാറ്റോഗ്രാഫിയൊക്കെ സൂപ്പർ, നെക്സ്റ്റ് ലെവൽ സിനിമാറ്റോഗ്രാഫി, അത്യാവശ്യം VFX. അതായത് സിനിമ നല്ല ഒരു തിയേറ്റർ ഇമ്പാക്ട് ഉണ്ടാക്കത്തക്ക വിധത്തിൽ സിനിമ എടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ എവിടെയൊക്കെയോ ഒരു അലക്ഷ്യമായിട്ട് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. മ്യൂസിക് സ്കോർ പ്രത്യേകിച്ച് ഈ കുട്ടികളെയൊക്കെ കാണിക്കുന്ന അവിടെയൊക്കെ വരുമ്പോൾ കുറച്ച് ജിഗിൾ ടൈപ്പായിട്ടാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. അതൊരു കുട്ടികളുടെ പടം പോലെ ആ സമയത്ത് ഒന്ന് ട്രാൻസ്ഫോം ആക്കാൻ ശ്രമിക്കുകയാണ് ബാക്ക്ഗ്രൗണ്ട് സ്കോറിലൂടെ. അപ്പൊ ഇതെല്ലാം കൂടെ ഒരു അവിയലായിപ്പോയി. ഒന്നിൽ നിങ്ങൾ ഒരു കുട്ടികൾക്കുള്ള സിനിമയാണെന്നുണ്ടെങ്കിൽ ആ ഒരു മോഡിൽ അത് പിടിച്ചാൽ മതിയായിരുന്നു. പക്ഷെ ഇത് അത്യാവശ്യം ഹെവി, ഒരു അഡൾട്ടിനെ തന്നെ പേടിപ്പിക്കുന്ന രീതിയിൽ സൗണ്ട് എഫക്ട്സ് ഒക്കെ വെച്ച് നന്നായിട്ട് ചെയ്തു വെച്ചിട്ട് പിന്നെ ഇത് കുട്ടികളുടെ സിനിമയാക്കി എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. നമുക്കൊക്കെ അങ്ങനെ ഫീൽ ചെയ്തായിരുന്നു. അതായത് കുട്ടികളുടെ സിനിമയായിട്ട് തോന്നുമല്ലോ, ഇടയ്ക്ക് വെച്ച് ഒരു കുട്ടികളുടെ ഒരു കിഡ്സ് മൂവി ആയിട്ട് ഇങ്ങനെ ട്രാൻസ്ഫോം ആവുകയും ചെയ്യും. പിന്നെ പെട്ടെന്ന് ഈ സിനിമ ഭയങ്കര ഒരു വേറെ ലെവലിലോട്ട് അങ്ങ് മാറ്റും. അപ്പൊ അത് ആ ഗുളികന്റെ ഒരു എഫക്റ്റും ആ ഒരു സംഭവം ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ കാന്താരയിലൊക്കെ കണ്ടതുപോലെ ഒരു അറ്റംപ്റ്റ് ആണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. കാന്താരയിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആ തുടക്കം പോലെ അവസാനം വരെ നമുക്ക് എന്തൊക്കെയോ അഭ്യൂഹങ്ങൾ ഇട്ട് കൊണ്ടുപോയിട്ട് അവസാനമാണ് അത് കൊണ്ടിട്ട് അതിന്റെ മാക്സിമം ത്രോട്ടിൽ. അപ്പൊ നമ്മളെല്ലാം കൂടെ അങ്ങ് അന്തം വിട്ടിരിക്കുവാണ്. പക്ഷെ ഇതിലുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം മുതലേ ആ ഒരു ഹൊററും എല്ലാം കൂടെ അങ്ങനെ ഒരു മിക്സഡ് ആയിട്ട് കൊണ്ടുപോയപ്പോഴത്തേക്ക് നമുക്കിത് എങ്ങോട്ട് പോകണം എന്നൊരു ഐഡിയ കിട്ടിയില്ല. എനിവേ ഗുളികൻ എന്നുള്ള പേര്, ഗു എന്നുള്ള പേരുള്ളതുകൊണ്ട് തന്നെ ഫൈനലി ഗുളികനുമായിട്ട് എന്തെങ്കിലും കണക്ട് ചെയ്ത് കൊണ്ടുവരും എന്ന് പ്രതീക്ഷിച്ചു. അവിടെയൊക്കെ കുറച്ചൊക്കെ കൺവിൻസിങ് ആയിട്ട് തോന്നി. പക്ഷെ അവസാനം എത്തിയപ്പോഴത്തേക്ക് ഇത് എവിടെ കൊണ്ട് എത്തിക്കണമെന്ന് അറിയാൻ പറ്റാത്തൊരു പോക്കായിരുന്നു. നമുക്കൊക്കെ എന്താ പറയാനുള്ളത്? ഇഷ്ടപ്പെട്ട? ഇഷ്ടപ്പെട്ടു? ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അതെന്താ റീസൺ എന്താണ് ഇഷ്ടപ്പെടാത്തതിനുള്ള? ഫസ്റ്റ് ഹാഫ് ഇത്രയും നന്നായിട്ട് കൊണ്ടുപോയിട്ട് സെക്കൻഡ് ഹാഫ് ലാസ്റ്റ് കുട്ടികൾക്ക് വേണ്ടി ഒരു ചിരിപ്പിക്കുന്ന കോമഡി ജോണറിൽ കൊണ്ടുവന്ന് നിർത്തുന്ന കോമഡിയൊക്കെ കുറച്ച് വർക്ക് ചെയ്യാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും അത്ര അങ്ങോട്ട് ഏറ്റില്ല. പ്രത്യേകിച്ച് മണിയം പിള്ളരാജു സാറിന്റെ മകനാണത് ഹാൻഡിൽ ചെയ്തിരിക്കുന്നത്. ആളിനെ കൊണ്ട് കഴിയുന്ന കണക്കൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതങ്ങോട്ട് വർക്കായില്ല. ഇതിപ്പോ നമുക്ക് വർക്കായില്ല എന്നുള്ളതേ ഉള്ളൂ. പലർക്കും ഈ സിനിമ ചിലപ്പോൾ ഇഷ്ടപ്പെട്ടേക്കാം. മെയിനായിട്ട് ഈ സിനിമ കാണാനുള്ള ഒരു റീസൺ എന്ന് പറയുന്നത് മണിയം പിള്ളരാജു സാർ, അദ്ദേഹമൊക്കെ ഒരു സിനിമ പ്രൊഡക്ഷന് വേണ്ടി കമ്മിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് അത്രയൊരു വിശ്വാസമാണ്. നിരവധി നല്ല മലയാള സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് അദ്ദേഹം. അവസാനം എനിക്ക് ഭയങ്കര വിഷമം തോന്നി. പ്രത്യേകിച്ച് ഇത്രയും ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടുണ്ട്. ഇതിന്റെ ക്യാമറ വർക്ക് ചെയ്തിരിക്കുന്ന ഓരോരോ ഫ്രെയിംസും ഒരു നല്ല ഫൈനസ്റ്റ് പിക്ചറൈസേഷൻ ആണ്. എഡിറ്റിംഗ് ആയിരുന്നാലും
പിന്നെ സൗണ്ട് ഈ പറഞ്ഞ ഇടയ്ക്കൊക്കെ ആ ഫോണിന്റെ ഒരു സംഭവം ആ ജിഗിൾസ് ഒഴിച്ച് മാറ്റി കഴിഞ്ഞാൽ ബാക്കിയുള്ളവരൊക്കെ നന്നായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. എസ്പെഷ്യലി നമുക്ക് ആ ഒരു ഹൊറർ ഫീൽ കൊടുക്കാനും, പിന്നെ ഇതിൽ അഭിനയിച്ചിരിക്കുന്ന ഒരു കുട്ടിയാ, കുറച്ച് പ്രായമുള്ള കുട്ടിയായിട്ട് അഭിനയിച്ചിരിക്കുന്നത് അല്ലേ, അത് സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. ആ കുട്ടിയുടെ പെർഫോമൻസ് ഔട്ട്സ്റ്റാൻഡിങ് ആയിരുന്നു. പിന്നെ നമ്മുടെ ദേവനന്ദ അല്ലേ, ദേവനന്ദ എന്നല്ലേ പേര്? യെസ്, ദേവനന്ദയെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ദേവനന്ദയെ സംബന്ധിച്ചിടത്തോളം ദേവനന്ദയ്ക്ക് പെർഫോം ചെയ്യാനായിട്ടുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നതായിട്ട് എനിക്ക് തോന്നിയില്ല. ഞാൻ വിചാരിച്ചത് അവസാനം ദേവനന്ദയുടെ ഒരു പെർഫോമൻസ് ഉണ്ടാവും എന്നാണ്. പക്ഷെ അതങ്ങനെ ഒരു പെർഫോമൻസ് ആ കുട്ടിക്ക് കിട്ടിയിരുന്നെങ്കിൽ ചിലപ്പോൾ അത് കുറച്ചുകൂടെ ഗംഭീരമായിട്ട് ആ കുട്ടി അത് പെർഫോം ചെയ്ത് വെച്ചനെ. പക്ഷെ അങ്ങനെയുള്ള സംഭവം ഇല്ലാതായി. ഇന്റയർ ടീമിന്റെ ഒരു പെർഫോമൻസും ആ ഒരു എഫേർട്ടിനും കൺസിഡർ ചെയ്തുകൊണ്ട് ഔട്ട് ഓഫ് 10 ഞാനൊരു 7 റേറ്റ് ചെയ്യുന്നു. 7 വേണ്ട, IMDbയിൽ ഒരു 7 റേറ്റ് ചെയ്യാം. ഈ കാന്താര മൂവി വന്ന സമയത്ത് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ കൾച്ചറിൽ തന്നെ ഒരുപാട് തരത്തിലുള്ള ഫോക്ലോർ സ്റ്റോറീസ് ഉണ്ട്. ഇതൊക്കെ എടുത്ത് മൂവീസ് ആക്കി മാറ്റിക്കഴിഞ്ഞാൽ അത് ശരിക്കും നന്നായിട്ട് കൺവിൻസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അത് എടുത്തു വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് എഫേർട്ട് ഇടണം. അപ്പോൾ ഋഷഭ് ഷെട്ടിയൊക്കെ ചെയ്യുന്ന പോലുള്ള അത്രയും എഫേർട്ട് ഇട്ട് അങ്ങനെയുള്ളൊരു ഡ്രാമ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ടും വർക്കാവാൻ ചാൻസ് ഉണ്ട്. പ്രത്യേകിച്ച് അതിൻ്റെയൊക്കെ ആ ഒരു കളേഴ്സും ഈ ആർട്ട് ഫോംസിൻ്റെയൊക്കെ ഒരു കളേഴ്സും ടോണും എല്ലാം കൂടെയൊക്കെ വെച്ചിട്ട് ഭയങ്കര ഒരു വിഷ്വൽ അപ്പീൽ ഉണ്ടാക്കുന്ന സിനിമകൾക്കുള്ളൊരു സാധ്യതയുണ്ട് ഫോക്ലോറിലൂടെയൊക്കെ. അത്തരത്തിലൊരു അറ്റംപ്റ്റ് ആയിട്ടാണ് ഈ സിനിമ തുടങ്ങിയപ്പോൾ നമുക്കത് ഫീൽ ചെയ്തത്. പക്ഷേ അൾട്ടിമേറ്റ്ലി അവസാനം കൊണ്ടിട്ട് നശിപ്പിച്ച് കളഞ്ഞ എനിക്ക് ഫീൽ ചെയ്തു. ഈ ഒരു ഫിലിം എന്ന് പറയുന്ന ഒരു ആർട്ട് ഫോമിൻ്റെ പിന്നിൽ ഒരുപാട് എഫേർട്ട് ഉണ്ട്. അതിനെല്ലാം നിരുത്സാഹപ്പെടുത്തുന്ന രീതിയിലുള്ളൊരു റിവ്യൂ ആയിട്ട് ഇതിനെ കാണരുത്. മറിച്ച് നമുക്ക് പ്രേക്ഷകൻ എന്നുള്ള നിലയിൽ നമുക്ക് ഒരുപാട് പ്രതീക്ഷകളുണ്ട്. ഇത്തരത്തിലുള്ള ഒരു നല്ല ഒരു പ്രൊഡ്യൂസർ പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് അത്രയും കോൺഫിഡൻസ് ഉണ്ടായിരുന്നു മൂവിക്കകത്ത്. ആ ലെവലിലൊക്കെ എല്ലാ ടെക്നിക്കൽ സൈഡും വന്നിട്ട് ആ സ്ക്രിപ്റ്റിങ്ങിലൊക്കെ ഒരുപാട് അങ്ങ് വീക്കായി കണ്ടപ്പോഴത്തേക്കാണ് ഭയങ്കര വിഷമം തോന്നിയത്. ആ തിയേറ്ററിൽ ഫൈനലി നമ്മളൊരു ഭയങ്കര ഒരു ഇമ്പാക്റ്റിനായിട്ട് കാത്തിരിക്കുകയായിരുന്നു. പ്രത്യേകിച്ച് കാന്താരയിലൊക്കെ കണ്ടതുമാതിരി ഫൈനൽ ഒരു 10 മിനിറ്റ്സ് എങ്കിലും ഈ സിനിമ അങ്ങനെ എയറിൽ നിർത്തുമെന്ന് വിചാരിച്ചു. ഒരു സീറ്റഡ് പെർഫോമൻസ് അവസാനം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചു. അത് വന്നില്ല. അതിൻ്റെ ഒരു നിരാശ മാത്രമാണ് ഈ പറഞ്ഞത്. അപ്പോൾ എന്തായാലും അടുത്തൊരു സിനിമാ വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് താങ്ക് യു ഫോർ സപ്പോർട്ടിങ് മീ.